ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വടകര ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 103 അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കരിദിനമാചരിച്ച് UDF. കോഴിക്കോട് തീപിടുത്തം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച് ഫയർഫോഴ്സ്. ഫോറൻസിക് ഇലക്ട്രിക്കൽ പരിശോധനയ്ക്ക് ശുപാർശ. +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വെർച്വലായി നിർവഹിക്കും. തെലങ്കാനയിലെ കരീംനഗർ, വാറങ്കൽ റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന ചടങ്ങിലാണ് തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളും അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളാകാൻ ഒരുങ്ങുകയാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച വടകര, മാഹി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തോടെ പുനർവികസന ദൌത്യത്തിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിടാനൊരുങ്ങുകയാണ് റെയിൽവേ. വടകരയ്ക്ക് 29.47 കോടി രൂപയും മാഹിക്ക് 12.61 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. റെയിൽവേ യാത്രക്കാർക്ക് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയാണ് അമൃത് ഭാരതിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകളും പാർക്കിംഗ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബുക്കിംഗ് ഏരിയയും ടിക്കറ്റ് കൌണ്ടറും നവീകരിച്ചു. ഓട്ടോമാറ്റിക് വെൻഡിംഗ് മെഷീനുകൾ കൂടുതൽ സ്ഥാപിച്ചു. സാംസ്കാരിക പൈതൃകം വിളിച്ചോടുന്ന രൂപത്തിൽ മനോഹരമാക്കിയിട്ടുണ്ട് റെയിൽവേ പരിസരം. ഡിജിറ്റൽ കോച്ച് പൊസിഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാർ 5ാം വർഷത്തിലേക്ക്. 2021 മെയ് 20-നാണ് രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റത്. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നെടുമ്പാശ്ശേരി സിയാൽ ലോഞ്ചിൽ ചേർന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ച് മന്ത്രിമാർക്ക് നൽകി. അതേസമയം മന്ത്രിസഭയുടെ 4ാം വാർഷികം UDF ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഫയർഫോഴ്സ് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. ഫോറൻസിക് ഇലക്ട്രിക്കൽ പരിശോധന നടത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല. ഫയർ യൂണിറ്റുകളെത്താൻ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിൽ ഉണ്ടായ അപാകത അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. കൂരിയാട് ദേശീയപാത 66 റോഡ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് യാത്രാക്ലേശം രൂക്ഷമായി തുടരുകയാണ്. മേഖലയിലെ ഉൾറോഡുകളിലൂടെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ തിരിച്ചുവിട്ടിട്ടുണ്ട്. തലപ്പാറ, മമ്പുറം, കക്കാട് എന്നിവിടങ്ങളിലൂടെയാണ് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. അതിനിടെ പുതിയ പാതയിൽ തലപ്പാറ ഭാഗത്ത് റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. അല്പസമയം മുമ്പ് മലപ്പുറം ജില്ലാ കളക്ടർ ദേശീയപാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. കാര്യങ്ങൾ വളരെ ഗൌരവതരമാണെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ അറിയിച്ചു. ഗതാഗത ക്ലേശം പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. ആലുവയിൽ നിന്നും ഇന്നലെ കാണാതായ 3 വയസ്സുകാരിയുടെ ശരീരം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെടുത്തതായി പോലീസ്. അമ്മ തന്നെ കുട്ടിയെ പുഴയിലേക്ക് എറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിലുണ്ടായ വാഹന അപകടത്തിൽ മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവരാണ് മരിച്ചത്. രാജയുടെ മറ്റൊരു മകളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്താണ് അപകടമുണ്ടായത്. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies എന്ന വെബ്സൈറ്റ് വിലാസം സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30-ആണ്. വിശദവിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 0471242983 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ ID airnewstvpm@gmail.com. +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്നലെ വരെ 4,48,720 അപേക്ഷകളാണ് ലഭിച്ചത്. കായിക മികവ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശന നടപടി ഈ മാസം 28 വരെ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ മലപ്പുറം വരെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജില്ലയിൽ മഴ ആരംഭിച്ചത്. ഇന്ന് രാവിലെയോടെ ശക്തമായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂർ കുറുവയിൽ മണ്ണിടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപറ്റി. ദേശീയപാതയുടെ സർവീസ് റോഡിൽ മുഴപ്പിലങ്ങാട്, എടക്കാട്, പാപ്പിനിശ്ശേരി, വേളാപുരം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിലാത്തറയിൽ സർവീസ് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു. മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള നയതന്ത്ര സന്ദർശനങ്ങൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് പാർലമെന്റിൽ MPമാരുടെ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് അവതരിപ്പിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധികളെ അയക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം അവസാനം 7 പ്രതിനിധി സംഘങ്ങൾ UN രക്ഷാസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങൾ സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തിൽ കേരള രാജ്ഭവനിൽ നാളെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കും. പ്രമുഖ കോളമിസ്റ്റ് S. ഗുരുമൂർത്തി ആദ്യ പ്രഭാഷണം നടത്തും. ഓപ്പറേഷൻ സിന്ദൂർ മെഴുകുതിരിയിൽ നിന്ന് ബ്രഹ്മോസിലേക്ക് മാതൃകാപരമായ മാറ്റം എന്നതാണ് വിഷയം. വൈസ് ചാൻസലർമാർ, ശാസ്ത്രജ്ഞർ, മതമേലധ്യക്ഷർ, സാംസ്കാരിക നായകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപകൽ സമരം ഇന്ന് 100 ദിവസം പിന്നിടുന്നു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആശാപ്രവർത്തകരുടെ രാപകൽ സമരയാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി. മലപ്പുറത്ത് നിപ ബാധിതയുമായി പ്രാഥമിക സമ്പർക്കത്തിൽ വന്ന 84 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 166 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. പുതുതായി ആരും തന്നെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒരാളുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി ഇനി വരാനുണ്ട്. നിപ രോഗബാധിത പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് PSC അസിസ്റ്റന്റ് പോലീസ് SI റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾക്കുള്ള പ്രാഥമിക പൊതുപരീക്ഷയുടെ ആദ്യഘട്ടം ശനിയാഴ്ച നടക്കും. ഇതിൽ പങ്കെടുക്കുന്നവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് മാത്രമാണ് വെബ്സൈറ്റിൽ ലഭിക്കുന്നതെന്ന് PSC അറിയിച്ചു. രണ്ടാംഘട്ട പരീക്ഷ ജൂൺ 28-ന് നടക്കും. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തികളിലെ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ഇന്ന് പുനരാരംഭിക്കും. പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചു. വാഗ, അട്ടാരി, ഹുസൈൻവാല, സഡ്കി എന്നീ അതിർത്തികളിൽ എല്ലാ ദിവസവും വൈകിട്ടാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ ഗേറ്റുകൾ തുറക്കുകയോ ഹസ്തദാനം നൽകുകയോ ചെയ്യില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്നാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് നിർത്തിവച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 23 വരെ അറിയിക്കാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 6 വിക്കറ്റിന് പരാജയപ്പെട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 262 പോയിന്റ് നഷ്ടത്തിൽ 81,796-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 61 പോയിന്റ് ഇടിഞ്ഞ് 24,883-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വടകര ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 103 അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കരിദിനം ആചരിച്ച് UDF. കോഴിക്കോട് തീപിടുത്തം സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച് ഫയർഫോഴ്സ് ഫോറൻസിക് ഇലക്ട്രിക്കൽ പരിശോധനയ്ക്ക് ശുപാർശ. +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.